ചേന്നമംഗലത്തെ വാർത്തയാണ്. ചേന്നമംഗലത്ത് 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും. ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടക്കുക. പ്രതി ഋതു ജയനെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം ഈ പ്രതി ലക്ഷ്യം വെച്ചത് ജിതിനെ മാത്രമാണ് എന്നാണ് ഋതുവിന്റെ മൊഴിയിലുള്ളത്. അതങ്ങനെ തന്നെയായിരുന്നു. കാരണം ജിതിനും ഭാര്യയും കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണെന്നാണ് മൊഴിയിൽ ഋതു പറയുന്നത്. ഈ ജിതിനും ഭാര്യയും ഋതു പുറത്തേക്കിറങ്ങുന്ന സമയത്ത് കളിയാക്കി അതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് ജിതിനെ അന്വേഷിച്ച് ജിതിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൂടി മാത്രം അവിടേക്ക് എത്തിയത് എന്നാണ് മൊഴിയിലുള്ളത്. വിശദാംശങ്ങൾ അരുൺ ശങ്കർ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ജിതിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് അവിടെ എത്തിയത്, ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണല്ലോ ഋതുവിന്റെ മൊഴിയിലുള്ളത്. പിന്നീട് ഈ ജിതിൽ നിന്നും പിന്നെ മറ്റ് 2 പേരുടെ കൊലയിലേക്ക് കൂടി കലാശിച്ചത് എന്തുകൊണ്ടാണ്? നാടിന് നൽകിയ ചേന്നമംഗലം കൂട്ടക്കൊല സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെയാണ് പ്രതിയായ ഋതു ജയനെ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ ഋതുവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായിട്ടും ഋതു സഹകരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ കേസ് സംബന്ധിച്ചുള്ള ചില നിർണായക കാര്യങ്ങൾ ഋതു പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 പേരെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ 3 പേരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല ഋതു ഈ വേണുവിന്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. വേണുവിന്റെ മരുമകനായ ജിതിനെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം എന്നതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്ന ദിവസം വൈകിട്ട് 4 മണിക്ക് ഋതു ജയൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ജിതിനും ഭാര്യയും ഇയാളെക്കുറിച്ച് മോശമായി സംസാരിച്ചു, കളിയാക്കി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. അങ്ങനെ ജിതിന്റെ പേര് വിളിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇതിനിടയിൽ മറ്റുള്ളവർ തടസ്സപ്പെടുത്താനൊക്കെ വന്നു. അങ്ങനെ മറ്റുള്ളവരെയും ആക്രമിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ജിതിനോട് നേരത്തെ തന്നെ ഇയാൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, കളിയാക്കിയുള്ള സംസാരങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് കൊലപാതകത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായിട്ട് നൽകിയിരിക്കുന്ന മൊഴി. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതുണ്ട്. നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുള്ള പരിശോധനകൾ, തെളിവെടുപ്പ് നടത്തേണ്ടത്. പക്ഷേ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള തെളിവെടുപ്പിന്റെ വലിയ പ്രാധാന്യമില്ല. കാരണം ഈ തൊണ്ടി മുതലൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗിച്ച കത്തിയായാലും അതോടൊപ്പം തന്നെ ഇരുമ്പ് ദണ്ഡായാലും ബൈക്കായാലും ഒക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ തന്നെ ചേന്നമംഗലത്തെ ജനരോഷം ശക്തമാണ് ഈ സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ? ജനരോഷം ശക്തമാണ്. നമുക്കറിയാം ഋതുവിന്റെ വീട് കഴിഞ്ഞ ദിവസം 2 പേർ ചേർന്ന് തല്ലി തകർത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ജനരോഷം ശക്തമായ ഒരു സാഹചര്യത്തിൽ ഈ ഋതുവിനെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ശക്തമായ പോലീസ് ബന്ദോബസ്ത് തന്നെ ഏർപ്പെടുത്തും. പ്രാദേശികമായിട്ട് ശക്തമായ എതിർപ്പ് ഉയർന്നു വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകരുതലോട് കൂടി മാത്രമേ തെളിവെടുപ്പിന് കൊണ്ടുപോകും. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പകൽ തന്നെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ഇത്തരം ജനരോഷം ഉയരുന്ന കേസുകളിലെ തെളിവെടുപ്പ് രാത്രിയിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ എപ്പോൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അതിനു മുമ്പാണ് ഈ തിരിച്ചറിയൽ പരേഡ് അല്ലെങ്കിൽ ഈ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ ഈ 2 കുട്ടികൾ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് സാക്ഷികളാണ്. ജിതിന്റെ 2 കുട്ടികൾ സാക്ഷിയാണ്. അപ്പോൾ അവരെ കൊണ്ടും ഇയാളെ തിരിച്ചറിയണം. പക്ഷേ അത് നേരിട്ടുള്ള ഒരു നടപടിക്രമം ആയിരിക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കുട്ടികളായതുകൊണ്ട് നേരിട്ടായിരിക്കില്ല, പരോക്ഷമായിട്ടായിരിക്കും ഇയാളെ തിരിച്ചറിയുന്നുള്ള നടപടി പൂർത്തിയാക്കുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധനകളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മാനസികാരോഗ്യ പരിശോധന കൂടി നടത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം കോടതി കൂടി അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ മാനസികാരോഗ്യ നില പരിശോധിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിരിക്കും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുക. ശരി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജിതിനെ ലക്ഷ്യം വെച്ചാണ് ഋതു ജയൻ എന്ന പ്രതി ആ വീട്ടിലേക്ക് എത്തിയത്. ജിതിനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ കൊലയ്ക്കായി പ്രതി വീട്ടിലെത്തിയത്. ജിതിന്റെ പേര് വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് എന്ന് പറയുന്നു. അതിന് കാരണം പറയുന്നത് ജിതിനും ഭാര്യയും ഋതു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കളിയാക്കി എന്നതാണ്. അങ്ങനെ പലപ്പോഴായി കളിയാക്കിയതിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് കൊലപാതകത്തിനായി ജിതിനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം അങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും തെളിവെടുപ്പ് നടത്തും. കനത്ത സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. കാരണം നമുക്കറിയാം ജനരോഷം അവിടെ ശക്തമായതുകൊണ്ട് തന്നെ.